എൻ്റെ ലോകത്തിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു ചീരത്തോരൻ ഉണ്ടാക്കാം. ചീര കഴുകിയതാ ഇതുപോലെ അരിഞ്ഞു വെക്കുക. അരിഞ്ഞു വെച്ചതിന് ശേഷം ചീരത്തണ്ട് ഇത് സെപ്പറേറ്റ് ആക്കി ഇതുപോലെ അരിഞ്ഞു വെക്കുക. കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാമെന്നേ. എന്നിട്ടൊരു സവാള എടുക്കുക. കട്ട് സവാള കട്ട് ചെയ്ത് ഇത് 3 പച്ചമുളക് എടുത്ത് സ്ലൈസ് ചെയ്ത് വെക്കുക. ഒരു പിടി തേങ്ങ എടുക്കുക. അതിനകത്ത് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, ജീരകം 3 വെളുത്തുള്ളി. ഓക്കെ, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ക്രഷ് ചെയ്യുമ്പോൾ ഇത് ഈ പരുവത്തിൽ കിട്ടും. പിന്നെ ഒരു മൺചട്ടി എടുത്ത് അടുപ്പിൽ വെക്കുക, തീ കത്തിക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക. അതൊന്ന് ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ഇടുക. അത് ഒന്ന് ബ്രൗണിഷ് കളറാവുന്നത് വരെ ഒന്ന് വഴറ്റുക. എന്നിട്ട് നമ്മുടെ നേരത്തെ അരിഞ്ഞു വെച്ച സവാളയും ആ തണ്ടും, അതായത് ചീരയുടെ തണ്ടും ആ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. 1 ടീസ്പൂൺ ഉപ്പിടുക. ഓക്കെ, എന്നിട്ട് അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിക്കുക. വേവിച്ച് കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിലെത്തും. ഈ ഒരു പരുവത്തിലിടുമ്പോൾ നമ്മുടെ എന്താ പറയുക, ഈ ചീര എടുത്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അരപ്പെടുത്ത് ഇതിനകത്ത് ക്രഷ് ചെയ്ത് അരപ്പെടുത്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പ് ജസ്റ്റ് വിതറി കൊടുക്കുക, ഉപ്പ് പോരെങ്കിൽ. ഓക്കെ, എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കുക. വേവിച്ച് വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് ഇതുപോലാണ് കിട്ടുന്നത്. ഞാൻ വോയിസ് ഇടുന്നതിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്നതിലൊക്കെ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കണം. എന്തായാലും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. സോ എന്തായാലും ലാസ്റ്റ് റിസൾട്ട്, ഫൈനൽ റിസൾട്ട് സൂപ്പറാണ്. ഓക്കെ.